ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മനുഷ്യ സമൂഹം എങ്ങനെയാണ് ഇന്നീ കാണുന്ന രൂപത്തിലേക്ക് മാറിയതെന്ന് കണ്ടെത്താനുള്ളൊരു യാത്രയിലാണ്. അതായത് ആദ്യത്തെ കല്ലുപകരണങ്ങൾ ഉണ്ടാക്കിയ കാലം മുതൽ വലിയ കോട്ടകൾ ഭരിച്ചിരുന്ന ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ കാലം വരെ. അപ്പോൾ നമുക്ക് നേരെ ആ കഥയിലേക്ക് കടന്നാലോ? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു കാലത്ത് ചെറിയ കൂട്ടങ്ങളായി വേട്ടയാടി ജീവിച്ചിരുന്ന മനുഷ്യർ എങ്ങനെയാണ് പടുകൂറ്റൻ സാമ്രാജ്യങ്ങളും സങ്കീർണമായ നിയമങ്ങളും സംസ്കാരങ്ങളുമൊക്കെ കെട്ടിപ്പടുത്തത്? നമ്മുടെ ഇന്നത്തെ ഈ ലോകത്തിന് അടിത്തറ പാകിയത് എങ്ങനെയാണ്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മളിന്ന് അന്വേഷിക്കാൻ പോകുന്നത്. നമ്മുടെ കഥയുടെ തുടക്കം ആദ്യത്തെ മനുഷ്യരിൽ നിന്നാണ്. എങ്ങനെയാണവർ നാഗരികതയിലേക്കുള്ള ആദ്യ ചുവടുകൾ വെച്ചത്? നമുക്ക് നോക്കാം. ആധുനിക മനുഷ്യർ എങ്ങനെ ലോകം മുഴുവൻ എത്തി എന്നതിനെപ്പറ്റി പ്രധാനമായും രണ്ട് സിദ്ധാന്തങ്ങളുണ്ട് കേട്ടോ. ഒന്ന്, റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽ, അതായത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഒരേ സമയത്താണ് മനുഷ്യർ പരിണമിച്ചുണ്ടായത് എന്ന്. രണ്ടാമത്തേത് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഔട്ട് ഓഫ് ആഫ്രിക്ക മോഡൽ. ഇത് പറയുന്നത് മനുഷ്യൻ ആഫ്രിക്കയിൽ നിന്ന് തുടങ്ങി മറ്റ് സ്ഥലങ്ങളിലേക്ക് കുടിയേറുകയും അവിടെ ഉണ്ടായിരുന്ന പഴയ മനുഷ്യവർഗ്ഗങ്ങളെ പതിയെ മാറ്റി സ്ഥാപിക്കുകയും ചെയ്തു എന്നാണ്. ശരി, ഈ ഉത്ഭവ സിദ്ധാന്തങ്ങൾ അവിടെ നിൽക്കട്ടെ. മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഏറ്റവും വലിയ കുതിച്ചുചാട്ടം എന്തായിരുന്നുവെന്നറിയാമോ? അത് ഉപകരണങ്ങൾ നിർമ്മിക്കാൻ പഠിച്ചതായിരുന്നു. കഴിവുള്ള മനുഷ്യൻ അഥവാ ഹാൻഡിമാൻ എന്നറിയപ്പെടുന്ന ഹോമോ ഹാബിലിസാണ് ആദ്യമായി ഉപകരണങ്ങൾ നിർമ്മിച്ചതായി കണക്കാക്കപ്പെടുന്നത്. ഈയൊരു കഴിവ് ശരിക്കും പറഞ്ഞാൽ മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഒരു വലിയ വിപ്ലവം തന്നെയായിരുന്നു. അപ്പോ ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? അതെ, ലോകത്തിലെ ആദ്യത്തെ സങ്കീർണമായ നഗരങ്ങളുടെ പിറവി. നഗരവാസികൾ സ്വയം പര്യാപ്തരായിരുന്നില്ല. ഈ പറയുന്നതിനൊരു സിമ്പിൾ അർത്ഥമേ ഉള്ളൂ. ഒരു നഗരത്തിന് ഒറ്റയ്ക്ക് നിലനിൽക്കാൻ പറ്റില്ല. അവിടെ കൃത്യമായ തൊഴിൽ വിഭജനം വേണം, കച്ചവടം വേണം, പിന്നെ ഇതെല്ലാം നിയന്ത്രിക്കാൻ മികച്ച സിസ്റ്റംസും വേണമായിരുന്നു. അപ്പോൾ ചോദ്യം ഇതാണ്, ഇത്രയും വലിയ സങ്കീർണമായ നഗരങ്ങളൊക്കെ അവരെങ്ങനെ മാനേജ് ചെയ്തു? ഉത്തരം ഒന്നേയുള്ളൂ, എഴുത്ത്. മെസൊപ്പൊട്ടേമിയയിൽ വികസിപ്പിച്ചെടുത്ത ക്യൂണിഫോം ആയിരുന്നു ലോകത്തിലെ തന്നെ ആദ്യത്തെ എഴുത്തുവിദ്യ. കളിമൺ ഫലകങ്ങളിൽ പ്രത്യേക രീതിയിലുള്ള അടയാളങ്ങൾ പതിപ്പിച്ചായിരുന്നു അവർ എഴുതിയിരുന്നത്. എഴുത്തു വന്നതോടെ കാര്യങ്ങൾ ശരിക്കും മാറി. കച്ചവടങ്ങളുടെ കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കാൻ പറ്റി. രാജാവിന്റെ നിയമങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കാൻ കഴിഞ്ഞു. അതുപോലെ വിവരങ്ങൾ ശേഖരിച്ചു വയ്ക്കാനും സന്ദേശങ്ങൾ അയക്കാനുമൊക്കെ പറ്റി. ചുരുക്കി പറഞ്ഞാൽ സമൂഹത്തെ ഒരുമിച്ച് നിർത്താനും ചിട്ടപ്പെടുത്താനും എഴുത്ത് സഹായിച്ചു. പക്ഷേ സംഭവം എഴുത്തിൽ മാത്രം ഒതുങ്ങിയില്ല. മെസൊപ്പൊട്ടേമിയക്കാരുടെ സംഭാവനകൾ വേറെയുമുണ്ട്. ഗണിതശാസ്ത്രത്തിൽ സ്ക്വയർ റൂട്ട്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പോലുള്ള ആശയങ്ങൾ, ചന്ദ്രനെ അടിസ്ഥാനമാക്കിയ ഒരു കലണ്ടർ, പോരാത്തതിന് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും നക്ഷത്രങ്ങളെയുമൊക്കെ അവർ നിരീക്ഷിച്ചു പഠിച്ചിരുന്നു. മെസൊപ്പൊട്ടേമിയയിൽ നിന്ന് നമുക്കിനി നേരെ പോകുന്നത് റോമൻ സാമ്രാജ്യത്തിലേക്കാണ്. മനുഷ്യ സമൂഹത്തിന്റെ ഘടനയും സങ്കീർണതയും ഒരു പുതിയ തലത്തിലേക്കെത്തിയത് ഇവിടെ വെച്ചാണ്. ഒന്ന് ഓർക്കണം, 3 ഭൂഖണ്ഡങ്ങളിലായി പടർന്നു കിടക്കുന്ന ഒരു ഭീമൻ സാമ്രാജ്യം. റോമിന്റെ ആ ഒരു വലിപ്പവും സ്വാധീനവും അത്രയ്ക്ക് വലുതായിരുന്നു. അപ്പോൾ ഈ റോമൻ സമൂഹം എങ്ങനെയായിരുന്നു? നമുക്ക് ഓരോന്നായി നോക്കാം. കുടുംബങ്ങളിൽ പുരുഷനായിരുന്നു അധികാരം, അതായത് അച്ഛനായിരുന്നു കുടുംബനാഥൻ. അതേസമയം സ്ത്രീകൾക്ക് പിതാവിന്റെ സ്വത്തിൽ അവകാശമുണ്ടായിരുന്നു. പക്ഷേ തൊഴിലാളികളുടെ കാര്യം അങ്ങനെയല്ല. അവരുടെ ജീവിതം വളരെ കഠിനമായിരുന്നു. കടുത്ത നിയന്ത്രണങ്ങൾ, ഒരുപാട് മണിക്കൂർ ജോലി, എന്തിന് അടിമകളെപ്പോലെ ദേഹത്ത് മുദ്രകുത്തുക വരെ ചെയ്തിരുന്നു. കൃഷിയും അടിമത്തവും പിന്നെ വെള്ളി നാണയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള സമ്പദ്വ്യവസ്ഥയുമായിരുന്നു റോമിനെ മുന്നോട്ട് നയിച്ചത്. പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ, ഇത്രയും വലിയൊരു സാമ്രാജ്യം എപ്പോഴും സുരക്ഷിതമായിരിക്കില്ല, അല്ലേ? 3-ാം നൂറ്റാണ്ടിലുണ്ടായ ഒരു പ്രതിസന്ധി റോമന്റെ ചരിത്രത്തിലെ ഒരു നിർണായക നിമിഷമായി മാറി. അതെ, 3-ാം നൂറ്റാണ്ടിലെ ആ ഒരു പ്രതിസന്ധി അത് റോമൻ സാമ്രാജ്യത്തെ ശരിക്കും ഉലച്ചുകളഞ്ഞു. പലവിധ സമ്മർദ്ദങ്ങൾ കാരണം സാമ്രാജ്യത്തിന്റെ അടിത്തറയ്ക്ക് തന്നെ വിള്ളൽ വീഴാൻ തുടങ്ങി. ഈയൊരു സാഹചര്യത്തിലാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ വരവ്. അദ്ദേഹം 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തു. അത് റോമിന്റെ ചരിത്രം തന്നെ മാറ്റിമറിച്ചു. 1. സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്താൻ പുതിയൊരു സ്വർണ്ണ നാണയം കൊണ്ടുവന്നു. 2. ക്രിസ്തുമതത്തെ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക മതമാക്കി. 3. തലസ്ഥാനം റോമിൽ നിന്ന് കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് മാറ്റി. റോമൻ സാമ്രാജ്യം പതിയെ ശിഥിലമായപ്പോൾ യൂറോപ്പിനൊരു പുതിയ സാമൂഹിക ക്രമം വന്നു. അതാണ് ഫ്യൂഡലിസം. അപ്പോൾ എന്താണ് ഈ ഫ്യൂഡലിസം? സിമ്പിളായി പറഞ്ഞാൽ ഇത് മധ്യകാല യൂറോപ്പിലെ ഒരു സാമൂഹിക വ്യവസ്ഥയായിരുന്നു. പ്രഭുക്കന്മാർ സൈനിക സേവനം നൽകുന്നതിന് പകരമായി ഭൂമി കൈവശം വയ്ക്കും. സാധാരണ കർഷകരാകട്ടെ പ്രഭുക്കന്മാർ നൽകുന്ന സംരക്ഷണത്തിന് പകരമായി ആ ഭൂമിയിൽ പണിയെടുക്കും. പരസ്പരമുള്ള കടമകളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു അധികാര ഘടനയായിരുന്നു അത്. അപ്പോൾ ഈ ഫ്യൂഡൽ സമൂഹത്തെ നമുക്ക് പ്രധാനമായും 3 തട്ടുകളായി തിരിക്കാം.
പ്രാർത്ഥിക്കുന്നവരായ പുരോഹിതന്മാർ, യുദ്ധം ചെയ്യുന്നവരായ പ്രഭുക്കന്മാർ, പിന്നെ ഇവരെല്ലാവർക്കും വേണ്ടി പണിയെടുക്കുന്ന കർഷകർ. ഈ സിസ്റ്റത്തിന്റെ എല്ലാം കേന്ദ്രബിന്ദു എന്തായിരുന്നെന്നറിയാമോ? അതാണ് മാനർ എസ്റ്റേറ്റ്, അതായത് പ്രഭുവിന്റെ എസ്റ്റേറ്റ്. ഇവിടം തന്നെയായിരുന്നു അക്കാലത്തെ കൃഷിയുടെയും സാമൂഹിക ജീവിതത്തിന്റെയുമൊക്കെ അടിസ്ഥാനം. മിക്ക ആളുകളും അവരുടെ ജീവിതകാലം മുഴുവൻ ഈ മാനറുകളിൽ തന്നെയാണ് ജീവിച്ചിരുന്നത്. അപ്പോ ഈ ചരിത്രത്തിലൂടെയെല്ലാം പോയപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, അല്ലേ? ഓരോ സമൂഹവും അതിൻ്റേതായ ഒരു ക്രമം, ഒരു ലോകം കെട്ടിപ്പടുക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം ബാക്കിയുണ്ട്. നമ്മുടെ ഇന്നത്തെ ഈ ലോകം, നമ്മുടെ ഈ സമൂഹം ഭാവിയിൽ എന്തിന്റെ പേരിൽ ഓർമ്മിക്കപ്പെടും? ഈ ഒരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വിശകലനം അവസാനിപ്പിക്കാം.